നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനി പുറത്തിറക്കിയിരിക്കുന്ന എഡ്ജ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ വിശേഷങ്ങളാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചു. കിഡിലൻ ഡിസ്പ്ലേ, കിഡിലൻ പ്രൈസിങ്, കിഡിലൻ ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ് ടെംപ്റ്റിന്റെ എഡ്ജ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് വാച്ച്. എന്ത് തന്നെയായാലും ആദ്യം നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്ന ബോക്സ് എങ്ങനെയാണെന്നും ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്നും പരിശോധിക്കാം. ഇതുപോലൊരു ബോക്സിനകത്താണ് ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ എഡ്ജ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു വാച്ച് വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ ഇവിടെ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. എന്ത് തന്നെയായാലും നമുക്ക് ഈ ഒരു വാച്ച് പെട്ടെന്ന് അൺബോക്സ് ചെയ്യാം. ഇവിടെ ഇതുപോലെ 2 സ്റ്റിക്കർ കൊടുത്തിരിക്കുന്നു, അതും കട്ട് ചെയ്തു. യെസ്, ദേ വാച്ചിന്റെ ആ ഒരു ഡയൽ ഏരിയ ദേ ഇരിക്കുന്നു. നല്ല മെറ്റാലിക് ബിൽഡ് ഫീൽ ചെയ്യുന്നുണ്ട്. സാധാരണ സ്മാർട്ട് വാച്ച് അല്ലാത്ത വാച്ചുകൾ ഉണ്ടല്ലേ, കൺവെൻഷണൽ ആയിട്ടുള്ള വാച്ചുകൾ, അതിൻ്റെയൊക്കെ ഒരു ബിൽഡ് പല സ്മാർട്ട് വാച്ചുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ ആ ഒരു ക്വാളിറ്റി ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ലെതർ ലൈക്ക് സ്ട്രാപ്പ് നോക്കി കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ലെതർ ആണെന്ന് തോന്നും, അത്തരത്തിലുള്ള സ്ട്രാപ്പ്. ചാർജിങ്ങിനായിട്ടുള്ള ചാർജിങ് ഡോക്ക്, ഇതിപ്പോ ആപ്പിൾ വാച്ച് ഒക്കെ ചാർജ് ചെയ്യാൻ വരുന്ന ഡോക്ക് മാതിരിയുള്ള ഡോക്ക്. ഇതിന്റെ യൂസർ മാനുവൽ, അതുപോലെ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള QR കോഡ് തുടങ്ങിയവയൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഇനി ഈ ഒരു വാച്ച് സെറ്റപ്പ് ചെയ്യാം. അതിന് മുമ്പ് ഇതിന്റെ ഡിസ്പ്ലേയിൽ ഇതുപോലെ ഒരു പ്രൊട്ടക്ഷൻ ഫിലിം ഉണ്ട്, അതും ഒഴിവാക്കുന്നു. എന്നെ ഈ ഒരു വാച്ചിനകത്ത് ഏറ്റവും ആകർഷിച്ച ഘടകം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അധികം AMOLED ഡിസ്പ്ലേകൾ കിട്ടാറില്ല. ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് വാച്ചുകളിലൊക്കെയാണ് AMOLED ഡിസ്പ്ലേ ലഭിക്കുന്നത്. ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. നിങ്ങൾക്ക് നമ്മുടെ ക്യാമറയിലൂടെ ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റി എത്രത്തോളം മനസ്സിലാക്കി തരാൻ സാധിക്കും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എസ്പെഷ്യലി ഈ ഒരു വാച്ച് ഫേസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ഇതിനകത്ത് ഒരു പഞ്ചവർണ്ണ തത്തയുടെ പടം കൊടുത്തിട്ടുണ്ട്. അത് കൃത്യം ആ ഒരു ഡിസ്പ്ലേ അതുപോലെ റീപ്രൊഡ്യൂസ് ചെയ്ത് ഡെലിവർ ചെയ്യുന്നു. ആ പഞ്ചവർണ്ണ തത്തയുടെ എല്ലാ നിറങ്ങളും അത്രയും ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ. എനിക്ക് ഇത്രയും ഒരു വാച്ചിന്റെ കാര്യത്തിൽ ഇങ്ങനെ വെറുതെ പൊക്കി പറയേണ്ട കാര്യമില്ല, അത് അത്രയും കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. എനിക്ക് ഇതിന്റെ ഡിസ്പ്ലേ ആണ് ഏറ്റവും ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ മനോഹരമായിട്ട് എനിക്ക് തോന്നിയത്. ഡിസ്പ്ലേ പെർഫെക്റ്റ് എന്ന് വെച്ചാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് എല്ലാം ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ച് അല്ല, ചില കുറവുകളുണ്ട്, അത് ഞാൻ പറയാം. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം, സാധാരണ സ്മാർട്ട് വാച്ചുകൾ ഒരാളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്നത് കണ്ടാൽ അത് സ്മാർട്ട് വാച്ച് ആണെന്ന് നമുക്ക് തിരിച്ചറിയാം. സാധാരണ കൺവെൻഷണൽ വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ സ്മാർട്ട് വാച്ചിന്റെ ഒരു രീതി. പൊതുവെ നമുക്കൊരു സ്മാർട്ട് വാച്ച് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ ഇത് ഒരു സ്മാർട്ട് വാച്ച് ആണെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നില്ല. കാരണം കൺവെൻഷണൽ വാച്ചുകൾ പോലെ തന്നെ ഒരു ലെതർ ലൈക്ക് സ്ട്രാപ്പ്, അതുപോലെ മെറ്റാലിക് കേസും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വെറും 4499 രൂപയേ ഉള്ളൂവെങ്കിലും ഈ ഒരു സ്മാർട്ട് വാച്ച് നൽകുന്ന ഒരു ബിൽഡ് എന്ന് പറയുന്നത് മനോഹരമാണ്. എസ്പെഷ്യലി ഇതിന്റെ ബാക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഫീൽ ചെയ്യും. നമുക്ക് കയ്യിലൊക്കെ പിടിച്ചാലും ഒക്കെ ഈ ഒരു സ്ട്രാപ്പും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രാപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, സാധാരണ ഈ വാച്ചിന്റെ പ്രൈസ് റേഞ്ചിൽ വരുന്ന സ്മാർട്ട് വാച്ചുകളിലേക്ക് സ്ട്രാപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ലെതർ ലൈക്ക് സ്ട്രാപ്പ് ഒന്നും വരാറില്ല. പക്ഷെ ഇവിടെ എന്തായാലും കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ലെതർ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഇതുപോലെ ഡബിൾ സ്റ്റിച്ചിങ് ഒക്കെ വരുന്ന തരത്തിലുള്ള സ്ട്രാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൺവെൻഷണൽ വാച്ച് കെട്ടിയിരിക്കുകയാണെന്നേ തോന്നുന്നു, പക്ഷേ വാച്ച് സ്മാർട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു വാച്ചിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അതുപോലെ ഇതിനകത്ത് കണ്ടില്ലേ, ഇവിടെ 3 ബട്ടണുകളാണ് ഇത്തരത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ക്രൗൺ ആണ്. അപ്പോൾ ഈ ഒരു ക്രൗൺ നമുക്ക് ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് ഇതിന്റെ വാച്ച് ഫേസുകളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. മനോഹരമായിട്ടുള്ള നിരവധി വാച്ച് ഫേസുകളും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, കണ്ടു കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ കൺവെൻഷണൽ വാച്ച് ആണെന്നേ തോന്നുന്നു. സ്മാർട്ട് വാച്ച് ആണെന്നതിന്റെ ഡിസ്പ്ലേ കണ്ടാൽ പറയില്ല, അത്രയും ക്വാളിറ്റി ഉള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഏകദേശം 7ഓളം വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് ഡിഫോൾട്ട് ആയിട്ട് നൽകിയിട്ടുമുണ്ട്. ഈ ഒരു ക്രൗൺ കൂടാതെ ഇവിടെ സൈഡിലായിട്ട് ഇതുപോലെ 2 ബട്ടണുകൾ കൂടിയുണ്ട്. ബാക്ക് പോകാനായിട്ട് ഒരു ബട്ടൺ, അതുപോലെ ഡെഡിക്കേറ്റഡ് വർക്കൗട്ട് മോഡുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3ാമത്തെ ബട്ടൺ ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ക്രൗൺ ഇതുപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് പല ഫംഗ്ഷൻസും നമുക്ക് ഇങ്ങനെ മാറ്റി എടുക്കാനും ഈ ഒരു ക്രൗൺ നമ്മെ സഹായിക്കും. എന്ത് തന്നെയായാലും നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ കേസിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസ് പറഞ്ഞാൽ 1.51 ഇഞ്ചിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. പല സ്മാർട്ട് വാച്ചുകളും നമ്മളുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അത്തരം സ്മാർട്ട് വാച്ചുകളുടെ ഡിസ്പ്ലേ ഒക്കെ ഇത്രയും വലുത് കൊടുക്കുമെങ്കിലും അതിനകത്ത് ഇലുമിനേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് വലിയൊരു അരിക് അല്ലെങ്കിൽ ഒരു ബെസലിനോടൊപ്പം ചേർത്തായിരിക്കും വരുന്നത്. വളരെ ചെറിയൊരു ഇലുമിനേറ്റിംഗ് ഏരിയ മാത്രമേ കാണൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നിങ്ങൾ ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ ഡിസ്പ്ലേ ഏരിയ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ കണ്ടില്ലേ, ബെസൽ എന്ന് പറയുന്നതില്ല, ഒരു ഫുൾ ഡിസ്പ്ലേ തന്നെയാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിന്റെ ഡിസ്പ്ലേയുടെ കാര്യത്തിലും ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിലും മനോഹരമാണ് ഈ പ്രൈസ് റേഞ്ചിൽ എന്ന് വേണം എടുത്തു പറയേണ്ടത്. 480 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. അത് നല്ല ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നമുക്ക് ഒരു കുറവും പറയാനില്ല. നമ്മളിവിടെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇതുപോലെ വർക്കൗട്ട് മോഡുകൾ കണ്ടല്ലോ, നിരവധി വർക്കൗട്ട് മോഡുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഇത്തരത്തിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. കൂടാതെ ഇതൊരു IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് സ്മാർട്ട് വാച്ച് ആണ്. അപ്പോൾ നമ്മളിത് കയ്യിൽ കെട്ടിക്കൊണ്ട് നീന്തൽ പോലുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെട്ടാലും യാതൊരു പ്രശ്നവും വരില്ല. അതുപോലെ തന്നെ പൊടി കയറിയാലൊന്നും യാതൊരു പ്രശ്നവും ഈ ഒരു സ്മാർട്ട് വാച്ചിന് വരികയില്ല. നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് നമ്മളുടെ
നമ്മളുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്താൽ കോൾ അറ്റൻഡ് ഫീച്ചർ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മളുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചിട്ട് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്പറുകൾ ഡയൽ ചെയ്ത് നമ്മളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കോൾ ചെയ്യാനും ഒക്കെ ഈ ഒരു സ്മാർട്ട് വാച്ചിൽ സാധ്യമാണ്. അപ്പോൾ കോൾ അറ്റൻഡ് ഫീച്ചർ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു വാച്ചിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി ടോഗിളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബ്രൈറ്റ്നസ് കൂട്ടാനും പവർ ഓഫ് ചെയ്യാനും ഒക്കെയുള്ള ടോഗിളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കാണുന്ന ടോഗിൾ കണ്ടില്ലേ, ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ വാച്ചിന്റെ പുറത്ത് എവിടെയെങ്കിലും വെള്ളം ഒക്കെ വീണാൽ കുറച്ച് നേരം ഇത്തരത്തിൽ ഒന്ന് വാച്ച് വൈബ്രേറ്റ് ചെയ്തുകൊണ്ട് അതിന്റെ ചെറിയ ചെറിയ ഗ്യാപ്പിലൊക്കെ ഇരിക്കുന്ന വെള്ളത്തെ പുറത്ത് ചാടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, ഡ്രെയിനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനും ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഒക്കെ എത്രത്തോളം പ്രവർത്തിക്കും എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളതായി കാണുന്നുണ്ട്. അതുപോലെ നിരവധി ടോഗിളുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ട മറ്റൊരു ടോഗിൾ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ ബിസിനസ് കാർഡ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വാട്സപ്പിലൊക്കെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടിന്റെ ഒരു QR കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റഗ്രാമിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ ഒരു QR കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ QR കോഡുകൾ ജനറേറ്റ് ചെയ്ത് ഇതിന്റെ കറസ്പോണ്ടിങ് കമ്പാനിയൻ ആപ്പ് വഴി ഈ ഒരു വാച്ചിലേക്ക് ഇൻസ്റ്റഗ്രാമിന്റെ QR കോഡ്, വാട്സപ്പിന്റെ QR കോഡ്, ട്വിറ്ററിന്റെ QR കോഡ്, ഫേസ്ബുക്കിന്റെ QR കോഡ് ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ബൈൻഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് കാർഡ് പോലെ ഓരോ QR കോഡ് ടാഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും നമ്മളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വേണ്ടുന്നവർക്ക് ജസ്റ്റ് ഇത് കാണിക്കുക, അവരുടെ ഫോൺ വെച്ച് നിന്ന് റീഡ് ചെയ്യുക, അവർക്ക് വളരെ പെട്ടെന്ന് ആ ഒരു അക്കൗണ്ട് അവരുടെ ഫോണിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾ ഇത്തരത്തിൽ കാണാം. ഈ നോട്ടിഫിക്കേഷനുകളിനകത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി വലത്ത് നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റെപ്പ്, നമ്മൾ ആ ദിവസം നടന്ന മൊത്തം സ്റ്റെപ്പിന്റെ എണ്ണം ഒക്കെയാണ് കാണിക്കുന്നത്. വീണ്ടും ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് കാണിക്കും. ഇത് എത്രത്തോളം ഈ ഒരു സ്മാർട്ട് വാച്ച് മെഡിക്കൽ പർപ്പസിനൊക്കെ ഉപയോഗിക്കാമെന്നുള്ളത് വളരെ ചിന്തിച്ചിട്ട് വേണം നമ്മൾ അത് ചെയ്യാൻ. കാരണം ഞാൻ ജസ്റ്റ് ഇവിടെ കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഹാർട്ട് റേറ്റ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹാർട്ട് റേറ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ടേബിൾ ഒന്ന് വെച്ച് നോക്കാം, ഹാർട്ട് റേറ്റ് വരുമെന്ന് നോക്കട്ടെ. ഇല്ല, അപ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പായി അല്ലേ. 81 കാണിച്ച് എൻ്റെ കയ്യിൽ നിന്ന് റീഡ് ചെയ്തതാണോ അതൊരു. ഇനി വീണ്ടും കയ്യിലേക്ക് എടുത്ത് വെക്കട്ടെ. കയ്യിൽ വെക്കുമ്പോൾ ഇതിന്റെ ഹാർട്ട് റേറ്റ് കാണിക്കുന്നുണ്ട് അല്ലേ. ഇനി തിരിച്ച് ടേബിളിന്റെ മേലിൽ ഒന്നുകൂടെ വെക്കാം. ടേബിളിന്റെ മേലിൽ വെക്കുമ്പോൾ അത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുകയാണ്. വീണ്ടും റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കോൾ റെക്കോർഡ്സ്, നമ്മുടെ ഫോണിലേക്ക് വന്ന ഇൻകമിംഗ് കോൾ, ഔട്ട് ഗോയിങ് കോൾ കാണാം. അതുപോലെ ഡയൽ ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാണാം. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെതർ ഇൻഫോർമേഷനാണ് കാണുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ചില സ്മാർട്ട് വാച്ചിലേക്ക് ഇപ്പോൾ വെതർ ഇൻഫോർമേഷൻ വന്ന് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വീണ്ടും വീണ്ടും മോർ ഡീറ്റെയിൽസ് കാണാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലിമിറ്റഡ് ആണ്, ഇത്രയേ ഉള്ളൂ ഡീറ്റെയിൽസ്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഡേറ്റയാണ് ഇവിടെ കാണിക്കുന്നത്. ഞാനിത് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങിയില്ല, അതുകൊണ്ടാണ് സ്ലീപ്പ് ഡേറ്റ ഇവിടെ കാണിക്കുന്നത്. നോ റെക്കോർഡ്സ് എന്ന് കാണിക്കുന്നു. ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഫോണുമായിട്ട് പെയർ ചെയ്തിരുന്നാൽ നമ്മൾ പാട്ട് പ്ലേ ചെയ്യുമ്പോൾ ആ പാട്ടിനെ കൺട്രോൾ ചെയ്യാനുള്ള മ്യൂസിക് കൺട്രോൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പുതിയ പുതിയ വിഡ്ജറ്റുകൾ നമുക്ക് ഇവിടെ നിന്ന് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു യൂസർ ഇന്റർഫേസ്. വെറും 3 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് ഫുൾ ചാർജിൽ എത്തിക്കാൻ സാധിക്കും. 9 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനി ഈ ഒരു സ്മാർട്ട് വാച്ചിൽ അവകാശപ്പെടുന്നത്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് 1-2 കുറവുകളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇത് മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും ഇതിന്റെ ആ ഒരു ഇന്റർഫേസ്, ഞാൻ ഈ പറഞ്ഞ ആപ്പിൾ വാച്ചൊക്കെയാണ് പേഴ്സണലായിട്ട് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടൊക്കെ ആണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഇതിന്റെ ഒരു ഇന്റർഫേസ് കുറച്ചുകൂടി ഒരു ബെറ്റർ ആവാമായിരുന്നു, ഒന്ന് പോളിഷ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു ഇന്റർഫേസ് നമ്മൾ പല സ്മാർട്ട് വാച്ചും കണ്ടിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ ഒരു അത്രയും ഒരു മനോഹരമായിട്ടുള്ള ഒരു ഇന്റർഫേസ് അല്ല. ഇപ്പൊ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങുന്ന ആൾ ഒരുപക്ഷെ ഈ ഒരു സ്മാർട്ട് വാച്ച് മാത്രമേ ഉപയോഗിക്കൂ. അവർ സ്ഥിരം ഇത് ഉപയോഗിച്ച് ഇതിന്റെ ഇന്റർഫേസുമായിട്ട് പരിചിതമായി കഴിയുമ്പോൾ അവർക്ക് അതൊരു പ്രശ്നമായി തോന്നില്ലായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞുള്ളൂ, കുറച്ചുകൂടി ആ ഒരു യൂസർ ഇന്റർഫേസ് കുറച്ച് ബെറ്റർ ആകാമായിരുന്നു എന്ന് തോന്നി. ഇതൊരു AMOLED ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് വാച്ച് ആണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻ കൊടുക്കാമായിരുന്നു. പക്ഷേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ലിമിറ്റഡ് ആണ്. എത്ര സെക്കൻഡ് നേരത്തേക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വേണം? മാക്സിമം നമുക്ക് 1 മിനിറ്റ് വരെ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേ 1 മിനിറ്റ് കഴിയുമ്പോൾ ഫുൾ ആയിട്ട് ഓഫ് ആവും. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്നത് 1 മിനിറ്റ് വരെ ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ മറ്റൊരു കുറവ്. കണ്ടില്ലേ, ആ ഒരു ടൈം കഴിയുമ്പോൾ ഇതുപോലെ ഫുൾ ബ്ലാക്കിലേക്ക് ഈ ഒരു സ്മാർട്ട് വാച്ച് മാറും. അപ്പോൾ അത് ഒരു കുറവായിട്ട് എനിക്ക് തോന്നി. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ തീർച്ചയായിട്ടും AMOLED ഡിസ്പ്ലേ ഉള്ള ഒരു സ്മാർട്ട് വാച്ചിൽ കൊടുക്കും. അതുകൂടി കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയനെ എന്ന് എനിക്കൊരു അഭിപ്രായമാണ്. ഇത് ഇങ്ങനെ 2 കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് ഒരു കുറവായിട്ട് തോന്നുന്നത്. യൂസർ ഇന്റർഫേസ് കുറച്ചുകൂടി ബെറ്റർ ആകാമായിരുന്നു, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നൽകാമായിരുന്നു. ഇതിപ്പോൾ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്മാർട്ട് വാച്ചിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4499 രൂപയ്ക്കാണ്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ, മനോഹരമായിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി, അതാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ഡെലിവർ ചെയ്യുന്നത്. ടെംപ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ തന്നെ മറ്റൊരു വെറൈറ്റി പ്രോഡക്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.